അവരും കൂട്ടായ്മയില്ലേ, അവർക്കും ഇതുപോലെ പൊതിവ് ചോറ് കൊണ്ടുപോയിക്കൂടെ? എന്തുകൊണ്ട് പോയില്ല ഇത്രയും കാലം? ഡിവൈഎഫ്ഐക്കാർ മാത്രം എന്തുകൊണ്ട് പോയി? അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുന്നവനെ ഓടിച്ചുവിടും. ഇപ്പോൾ ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്നവരെല്ലാം നാട്ടിൽ നിന്ന് ഓടിക്കും എന്നൊരു മന്ത്രി പറഞ്ഞാൽ അത് ശരിയാണ്. ഏത് സംഘടനയാണെങ്കിലും, ഡിവൈഎഫ്ഐ ആണെങ്കിലും, സേവാഭാരതി ആണെങ്കിലും, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ആർക്കും ഭക്ഷണം കൊടുക്കാം. പക്ഷേ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് കൊടിയും പാർട്ടി പേരും വെച്ച് കൊടുക്കുന്നത് ശരിയല്ല. പൊതിച്ചോറ് വിവാദത്തിൽ ഇപ്പം മുരളീധരനുമായിട്ടുള്ള വിഷയങ്ങൾ നടക്കുവാണ്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറയുന്നുണ്ട്, പൊതിച്ചോറ് നിർത്തലാക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? മുരളീധരൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പൊതിച്ചോറ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കെ മുരളീധരൻ എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് കേട്ടിട്ടുള്ളവർക്ക്, അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അത് ഈ കുരു പൊട്ടിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ ആളുകൾ കമൻറ്റിലൂടെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്, പൊതിച്ചോറ് നിർത്തലാക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് പട്ടിണിയാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മുരളീധരൻ പറഞ്ഞതിനോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടി കുത്തി അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പേരിൽ കൊണ്ടുപോയി പൊതിച്ചോറ് കൊടുക്കുന്നതിൽ, കൊടി കുത്തി വെച്ചിട്ട് പൊതിച്ചോറ് കൊടുക്കുന്നതിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. പൊതിച്ചോറ് കൊടുക്കട്ടെ, ഒരു സംഘടനയുടെ കൊടി കുത്താതെ കൊടുക്കട്ടെ എന്നാണ് ഇവിടെ മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇവിടെ വെച്ച് തരാം. അപ്പോൾ മുരളീധരനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. മുരളീധരൻ പറഞ്ഞതിനോട് ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഈ ആഹാരം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റി കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്പം വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്നുള്ളൊരു മൈൻഡ് സെറ്റിലുള്ള ഒരാളാണ് ഞാൻ. അപ്പം കൊടുക്കുന്നെങ്കിൽ കൊടുത്തോട്ടെ. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടി കുത്തിയിട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു സംഘടനയ്ക്ക് ക്രെഡിറ്റ് കിട്ടുന്നതല്ലാതെ വേറെ എന്താണ് അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ ക്രെഡിറ്റ് തന്നെയാണ്, ഞങ്ങളാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും ഈ പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയും സ്വന്തമായിട്ട് കൊടുക്കുന്നതല്ല. ഓരോ വീടുകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്നതും പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്ന സംഭാവനയുടെയും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പം ക്രെഡിറ്റ് അങ്ങനെ ഞങ്ങളാണ് കൊടുത്തു അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു എന്നുള്ളൊരു ക്രെഡിറ്റ് അതിനകത്ത് എടുക്കുന്നതിലൊട്ടും എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ചെയ്യരുത്. അല്ലാതെ കൊടുത്തോട്ടെ. പിന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയും ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ അതുവഴിയും ചെയ്യാമല്ലോ. അതാണ് ഇവിടെ മുരളീധരൻ പറഞ്ഞത്. ഇത് ചുമ്മാ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എന്തിനാണ് ചുമ്മാ അനാവശ്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഞാനിനി ഇവിടെ ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. മുരളീധരൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കുറെ കാലമായി കുറെ ആളുകൾക്ക് ആശ്രയമാകുന്നതാണ് ചില സംഘടനകൾ. ഏത് സംഘടനയാണെങ്കിലും, ഡിവൈഎഫ്ഐ ആണെങ്കിലും, സേവാഭാരതി ആണെങ്കിലും, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ആർക്കും ഭക്ഷണം കൊടുക്കാം. പക്ഷേ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് കൊടിയും പാർട്ടി പേരും വെച്ച് കൊടുക്കുന്നത് ശരിയല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുജന സേവനമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തിനാണ് കൊടി വയ്ക്കുന്നതിനാ? ആരുടെ ഭക്ഷണം ഡിനേ ചെയ്യില്ല. കമ്മ്യൂണിറ്റി കിച്ചണിൽ ആർക്കും പോയി കൊടുക്കാം. അത് HDSൻ്റെ നിയന്ത്രണത്തിലാണ്. അങ്ങനത്തെ സിസ്റ്റം ആലപ്പുഴയിൽ തുടങ്ങി. മറ്റുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. എന്നാൽ ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ, ഇപ്പോഴതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ആലപ്പുഴയുടെ പ്രത്യേക സാഹചര്യത്തിൽ ആക്ഷേപങ്ങൾ വളരെയധികം വർദ്ധിച്ച സാഹചര്യത്തിൽ എടുത്ത തീരുമാനമാണ്. എന്നാൽ മറ്റു പല സ്ഥലത്ത് അത് വേണം എന്നൊരു അഭിപ്രായം പൊതുവെ വന്നിട്ടുണ്ട്. സർക്കാർ അതിൽ ഓക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന ഞാനൊരു കമൻറ്റ് ഞാൻ വായിക്കാം. സുഹൃത്തെ, DYFI പൊതിച്ചോറ് തുടങ്ങിയത് കുറച്ച് സമയമല്ലേ ഉള്ളൂ. എന്നാൽ CH സെൻറ്ററിൻ്റെ കീഴിൽ എല്ലാ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലും ഫുഡ് കൊടുക്കാറുണ്ട്. അത് ലീഗിൻ്റെ ബോർഡ് വെച്ചിട്ടല്ല ഫുഡ് കൊടുക്കുന്നത്. അവിടെ ലീഗ് വോട്ട് കിട്ടാൻ വേണ്ടിയല്ല കൊടുക്കുന്നത്. ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവരുടെ ഒരു നേരത്തെ വിശപ്പ് അകറ്റാൻ വേണ്ടിയാണ്. കണ്ടല്ലോ. ഇനി ഞാൻ വേറൊരു കമൻറ്റും കൂടെ നമ്മുടെ വായിക്കാം. 10 വർഷം ഉണ്ടായിട്ട് അവർക്ക് ഫ്രീ ഫുഡ് കൊടുക്കാൻ തുടങ്ങാൻ ഈ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ സർക്കാരിന് പറ്റിയില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഫുഡ് കൊടുക്കേണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പാർട്ടി കൊടിയും കുത്തിയാണോ നന്മ ചെയ്യേണ്ടത്? അതിലോട്ട് DYFIക്കാർ മാത്രമല്ല ഫുഡ് കൊടുക്കുന്നത്. അപ്പം എല്ലാ ആളുകളും ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കമൻറ്റ് കൂടെ ഞാൻ വായിച്ചു തരാം. ഓക്കെ, ഇത് DYFIക്കാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറല്ല. എല്ലാ ആളുകളും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആധികാരികമായ അധികാരം അവർ എടുത്തു വെക്കേണ്ട. എൻ്റെ വീട്ടിൽ നിന്ന് 5 പൊതി ചോറ് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് മുഹമ്മദ് റഫീഖ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കമൻറ്റ് ഇട്ടേക്കണേ. പക്ഷേ അങ്ങനെ എൻ്റെ
നാട്ടിൽ DYFIക്കാരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ചോറ് കിട്ടുന്നത് DYFIക്കാർ അല്ലാത്ത ആളുകളുടെ വീട്ടിൽ നിന്നാണ്. ഈ ഒരു വിവാദം വന്നപ്പോൾ അത് നിന്നുപോയി. കാരണം ആരും കൊടുക്കാതായി. അവർ ചോറ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അത് ശരിയാണ്. അത് CPMൻ്റെയോ DYFIയുടെ വീട്ടിൽ നിന്നും മാത്രം കിട്ടുന്നതല്ല. ഈ ചോറിൻ്റെ പേര് പഞ്ചായത്ത് ഇലക്ഷന് വരെ അവർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അത് കൊടുക്കാതായത്. എൻ്റെ എല്ലാ കൂട്ടുകാരും CPM DYFI പ്രവർത്തകരാണ്. ഓക്കെ, ഇതിപ്പം കെ മുരളീധരൻ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പുണ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഇന്ന ആളാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുത്ത് വെച്ച് ഈ ഇലക്ഷൻ വരെ ആ ഒരു ക്രെഡിറ്റ് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. ഈ ഒരു പുണ്യം പ്രതീക്ഷിച്ച്, നന്മ പ്രതീക്ഷിച്ച് മാത്രം കൊടുക്കുക. കാരണം ഒരുപാട് ആളുകൾ, ഒരുപാട് രോഗികളുടെ ഒരു നേരത്തെ അന്നമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ഈ ഒരു രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക്. കൊടുക്കണമെങ്കിൽ കൊടുക്കുക, ഫ്രീ ആയിട്ട്. ഈ പറഞ്ഞ പോലെ ഒരു സംഘടനയുടെയും കൂടി കൊണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടോ കൊടുക്കാതിരിക്കുക. ഒരു പുണ്യം പ്രതീക്ഷിച്ച് മാത്രം കൊടുക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ ഒരു പ്രതികരണം നടത്തിയതുണ്ട്. അതും കൂടെ ഞാൻ ഇവിടെ വെച്ചാൽ അതും കൂടെ ഒന്ന് കണ്ടുപോകെ. പാവങ്ങളെ പട്ടിണിയിലാക്കി കൊടുത്ത് തുടങ്ങിയല്ലേ ഉള്ളൂ. ആശുപത്രി കിടക്കുന്ന പാവങ്ങൾ ആര് പൊതിച്ചോറ് കൊടുത്താലും ഏത് പാർട്ടി കൊടുത്താലും അവരെ സംബന്ധിച്ച് ഒരു ആശ്വാസമായിരുന്നു. അത് തടയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പൊതിച്ചോറ് പകരം പുള്ളി കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പൊതിച്ചോറ് പുള്ളി കൊടുക്കാൻ പറയും, പുള്ളി കൊടുക്കണം. കാരണം ഇവർ വർഷങ്ങളായി, ഇന്നല്ല, കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ DYFI പ്രവർത്തകർ എല്ലാ താലൂക്ക് ആശുപത്രികളിലും അവർ എല്ലാ ദിവസവും കൃത്യമായി പൊതിച്ചോറ് എത്തിക്കുകയും അത് ആശ്രയിച്ച് ഒരുപാട് പാവങ്ങൾ, ഈ രോഗിയായിട്ട് വരുന്ന ആളുകൾ പലപ്പോഴും സാധാരണക്കാരാണ്. അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവിടെ അഡ്മിറ്റഡാണ്. അവരെ ബൈസ്റ്റാൻഡർക്കും ജോലിക്ക് പോകാൻ ഒക്കത്തില്ല. അപ്പോൾ അവരും അഡ്മിറ്റഡ് അവിടെ. അപ്പോൾ ആ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്ന് 2 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുമെങ്കിൽ അത് ഇല്ലാതാക്കുമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരാൾക്ക് മനോഹരമായ ഭൂഷണമാണോ അദ്ദേഹത്തിൻ്റെ മിടുക്കാണോ എന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കും. ഞാനെന്തായി പറയാൻ പറയും? കാരണം പാവങ്ങൾക്ക് കിട്ടിയെന്നൊരു ആനുകൂല്യം അത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് നിർത്തേണ്ടത്. അത് ബോർഡ് വെച്ചാലും ഇല്ലെങ്കിൽ DYFI കൊടുക്കും. DYFI കൊടുക്കുന്നത് ബോർഡ് വയ്ക്കാൻ വേണ്ടിയല്ല. DYFI ബോർഡ് വെച്ചാലും ഇവരോടൊട്ട് വിളിക്കും. ബോർഡ് വയ്ക്കാതെയും DYFI അത് കൊടുക്കും. കാരണം അത് ഒരു നിസ്സാര കാര്യമായി നമ്മളതിനെ കാണരുത്. യൂത്ത് കോൺഗ്രസ്സിന് ഒരിക്കലും കഴിയാത്തൊരു കാര്യമാണ് DYFI ചെയ്തത്. അവർക്കും ആകാമല്ലോ, അവർക്കും ചെറുപ്പക്കാരല്ലേ, അവരും കൂട്ടായ്മയില്ലേ, അവർക്കും ഇതുപോലെ പൊതിച്ചോറ് കൊണ്ടുപോയിക്കൂടെ? എന്തുകൊണ്ട് പോയില്ല ഇത്രയും കാലം? DYFIക്കാർ മാത്രം എന്തുകൊണ്ട് പോയി? അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുന്നവനെ ഓടിച്ചു വിടും. ഇപ്പോൾ ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്നവരെല്ലാം നാട്ടിൽ നിന്ന് ഓടിക്കും എന്നൊരു മന്ത്രി പറഞ്ഞാൽ അത് ശരിയാണോ? ഇതൊരു ചാരിറ്റബിൾ പ്രവർത്തനമാണ്. അല്ലാതെ ഈ ചോറുണ്ടവരെല്ലാം CPM വോട്ട് ചെയ്തോ? അതൊന്നുമില്ല. അതൊരു മൂഢവിശ്വാസമാണ് അങ്ങനെ. കാരണം അതൊരു നല്ല കാര്യം ചെയ്യുന്നു. DYFI പ്രവർത്തകർ അനേക വർഷങ്ങളായി ഒരു നല്ല കാര്യം ചെയ്യുന്നു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അത് നിർത്തലാക്കും, അത് അടിച്ചമർത്തും. അതല്ലല്ലോ ഇവിടുത്തെ കേരളത്തിലെ പ്രധാന വിഷയം. അതല്ല ആരോഗ്യരംഗത്തെ പ്രധാന വിഷയം ഇതാണോ? മരുന്ന് വാരി കുത്തിവയ്ക്കലും സൂചി കുത്തിക്കയറ്റലും ഒടിഞ്ഞു വയ്ക്കലും അതൊക്കെ അതൊക്കെ പരിഹരിക്കും. ഇവിടെ ഗണേഷ് കുമാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് രോഗികൾ പട്ടിണിയാവുമെന്നാണ് പറയുന്നത്. പട്ടിണിയാവാൻ വേണ്ടിയിട്ട് ഇവിടെ മുരളീധരൻ എന്താണ് പറഞ്ഞിട്ട് കൊടുക്കരുത് എന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല. കൊടുത്തോ, പക്ഷേ ഒരു രാഷ്ട്രീയ സംഘടനയുടെയും ഒരു പാർട്ടിയുടെയും കൊടി വയ്ക്കാതെ അല്ലെങ്കിൽ ഒരു ലേബലും വയ്ക്കാതെ കൊടുക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ ഇവിടെ വെച്ച് തരാം. ന്യായീകരിക്കുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്, നമ്മൾ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നല്ലതെന്ന് പറയാം, മോശമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മോശമെന്ന് പറയും. ഇവിടെ പുള്ളി കൊടുക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇത് നമ്മൾ ഇത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് മുരളീധരൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണോ? എന്തിനാണ് ഈ ഫുഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രെഡിറ്റ് എടുത്ത് വെക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇത് ഒരു നല്ലൊരു പ്രവൃത്തിയാണ്, നല്ലൊരു കാര്യമാണ്. പുണ്യം കിട്ടുക എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി മാത്രം കൊടുക്കുക. ഇത് വെച്ചിട്ട് ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇതും കൂടെ ഒരു ക്രെഡിറ്റാക്കി വെച്ചിട്ട് വോട്ട് പിടിക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ? ഞങ്ങളാണ് പൊതിച്ചോറ് കൊടുക്കുന്നത്, ഞങ്ങളാണ് അവിടെ ഫുഡ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീടുകളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ശേഖരിക്കുന്നൊരു ഫുഡല്ലേ കൊടുക്കുന്നത്. പല വീടുകളിൽ നിന്നും കൊടുക്കുന്നുണ്ട്, സംഭാവനകൾ കൊടുക്കുന്നുണ്ട് പല ആളുകൾ. അപ്പം എല്ലാ സംഘടനയിലുമുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുരളീധരൻ്റെ ഒരു പ്രതികരണം കൂടെ ഞാൻ വെച്ച് തരാം, അതും കൂടെ ഒന്ന് കണ്ടുപോയി. ഞാൻ ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, DYFIക്കല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീനെയും. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അത് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല,
സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിൻ്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ. ഈ ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ രൂപീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാ ആളുകൾക്കും പോയി സംഭാവന ചെയ്യാവുന്നതാണ്. ഫുഡ് ഈ സാധനങ്ങൾ വേണമെങ്കിൽ സാധനങ്ങളായിട്ട് കൊടുക്കാം, പൈസയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശീതൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെച്ചുതരാം, അതുകൊണ്ട് ഒന്ന് കണ്ടുപോകാം. ആഹാരം കൊടുത്തിട്ട് അത് കൊട്ടിഘോഷിക്കുന്നിടത്തോളം വലിയൊരു കൊടുത്തിട്ട് ഈ ആളുകൾക്ക് ആഹാരം, അവിടെ നിന്ന് ഈ രോഗികൾക്ക് ആഹാരം വാങ്ങിച്ച് കഴിക്കാം. ഇത് ഒരു ഔദാര്യം കൈപ്പറ്റുന്നത് പോലെ ഒരു തോന്നലുണ്ടാക്കുന്ന തരത്തിലാണ് അവരിങ്ങനെ പരസ്യം കൊടുത്തിട്ട് ഈ ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നത്. ഒരു മനുഷ്യന് ഒരു സഹായം ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ സഹായിച്ചിട്ട് അല്ലെങ്കിൽ ആഹാരം കൊടുത്തിട്ട് അത് കൊട്ടിഘോഷിക്കുന്നിടത്തോളം വലിയൊരു മഹാപാപം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് വളരെ തെറ്റാണ്. ഒരു കണക്കിന് മെഡിക്കൽ കോളേജുകളിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. കെ മുരളീധരൻ കയറിയതിന് ശേഷം ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ സ്വാഗതാർഹമാണ്. ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളുടെയൊക്കെ കാര്യങ്ങൾ അറിയാം. വലിയ ആശുപത്രികളാണെങ്കിൽ അവയവ കച്ചവടത്തിൻ്റെ പേരിൽ പോലും ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ടെൻഷനാണ്. ഒരു അസുഖം വന്നാൽ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ ഇപ്പോൾ വലിയ ടെൻഷനാണ്. നമ്മുടെയൊക്കെ അവയവങ്ങൾ ഒരു സർജറിക്ക് ശേഷം നമ്മുടെയൊക്കെ ശരീരത്തിനുള്ളിൽ തന്നെ എല്ലാം ഉണ്ടാകുമോ എന്നുള്ള ഒരു ടെൻഷൻ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. അതുമാത്രമല്ല, നമുക്ക് താങ്ങാനാവാത്ത ചികിത്സാ ചെലവ്, ഇതൊക്കെ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ വളരെ നിലവാരമുള്ളതായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് പരമാവധി നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളെ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളെ തന്നെ ആശ്രയിക്കാം. അതിന് എല്ലാവരും, നമ്മുടെ ജനങ്ങളെല്ലാം അതിനാണ് താല്പര്യപ്പെടുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുമാത്രമല്ല, ഈ കമ്മ്യൂണിറ്റി കിച്ചൺ വളരെ നല്ല പദ്ധതിയാണ്. നമ്മൾ വിചാരിക്കും ഒരു നേരത്തെ ആഹാരം കഴിക്കാനാണോ മെഡിക്കൽ കോളേജിൽ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷേ ദിവസങ്ങളോളം മെഡിക്കൽ കോളേജിൽ കഴിയേണ്ടി വരുന്ന ആളുകൾ, അവർക്ക് താങ്ങാൻ പറ്റാത്ത ചിലവാണ് പിന്നീട് മുന്നോട്ടുണ്ടാകുന്നത്. കാരണം പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങിക്കാൻ കാണും, ടെസ്റ്റുകൾ ചെയ്യാൻ കാണും, ആഹാരം കൂടി വരുമ്പോൾ അതൊരു എക്സ്ട്രാ. ഓക്കെ, ശീതൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കൊടിയും ബാനറൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് മേടിച്ച് കഴിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഔദാര്യമായിട്ട് തരുന്ന ഒരു ഇതായിട്ട് നമുക്ക് പല ആളുകൾക്കും അത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അവർ പറയാത്തതായിരിക്കും. ഒരു നേരത്തെ ആഹാരം എങ്ങനെയും കിട്ടട്ടെ, ഞാൻ അതിൻ്റെ പേരും പറഞ്ഞ് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതും കൂടെ ഇല്ലാതാവുമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കാം പല ആളുകളും ചിലപ്പം ഇതിനകത്ത് ഒന്നും പറയാത്തത്. ഒരു ഔദാര്യമായിട്ട് ഉള്ള രീതിയിലായിരിക്കാം പല ആളുകളും അത് ചിന്തിക്കുന്നത് പോലും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് തുല്യരായിട്ട് കാണുക എന്നുള്ളൊരു ഒരു നന്മയുടെ ഭാഗമായിട്ടും ഒക്കെ ഇതിൻ്റെ ഒരു ആ രീതിയിൽ കണ്ടുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു സംഘടന അതിൻ്റെ ക്രെഡിറ്റ് എടുക്കേണ്ട കാര്യമില്ല. എല്ലാ ആളുകളും തുല്യരായിട്ട്, എല്ലാ ആളുകളും ഒരു സംഘടനയെ ഒന്നും നോക്കാതെയാണ് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പേരിൽ ഒരു ക്രെഡിറ്റ് ഒരു സംഘടന മാത്രം കൊണ്ടുപോകുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് ജനങ്ങളിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് പുള്ളി ഈ ഒരു കാര്യം പറഞ്ഞത്. അത് നല്ലൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ ഇതിനെ പറ്റിയിട്ട്. അതുകൊണ്ട് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ വരാം. സീ യു.